അതെ, ക്യാൻസറാണ്. എനിക്കിത് സത്യം പറഞ്ഞാൽ ചേച്ചി ശരിക്കും ഇത് അറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി? എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഇങ്ങനൊരു മുഴ. ഞാൻ എപ്പോഴും ക്യാൻസർ ആണെന്നല്ല പറയുന്നത്, ഒരു മുഴ. ആ മുഴയാണ് ഇപ്പം ക്യാൻസർ ആയിരിക്കുന്നത്. അപ്പോഴും ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഒരു കളർ വ്യത്യാസം പോലെ ആ മുഴയുടെ പുറത്ത് വന്നിട്ടും ഞാൻ കാര്യമാക്കിയില്ല. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അസുഖമെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല. അങ്ങനെ അത് കൊണ്ട് നടന്ന് കുറേ നാൾ കഴിഞ്ഞപ്പം ഡിപ്ലോമയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം വീട്ടുകാർ ഇത് അറിഞ്ഞു. രേണുസുതി ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ബ്രസ്റ്റിലോ ഇങ്ങനെ ഒരു ചെറിയൊരു മുഴ, അവിടെ ഒരു കളർ വ്യത്യാസം വന്നു, എന്നിട്ടൊന്നും കാര്യമാക്കിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ശരീരത്തിൽ എവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും ഫീലിങ്സോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ മെഡിക്കൽ അഡ്വൈസ് തേടണം എന്നാണ് എനിക്കിതിൽ കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ. അപ്പോൾ ഒരിക്കലും മറച്ചു വെക്കരുത്, പേടിച്ചിട്ടൊന്നും അങ്ങനെയൊന്നും ചെയ്യരുത്. എസ്പെഷ്യലി സ്ത്രീകളൊക്കെ ആവുന്ന സമയത്ത് പലർക്കും സംശയങ്ങളൊക്കെ വരും. നമ്മൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ അപ്പം തന്നെ ഡോക്ടറെ പോയി കണ്ട് അതെല്ലാം നമ്മൾ കൺഫേം ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമുക്ക് മാനസികമായിട്ടാണെങ്കിലും നമ്മൾ ഓക്കെ ഹാപ്പി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമുക്കും തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മെഡിക്കൽ അഡ്വൈസ് തേടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും പ്രോപ്പർ ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് വേണ്ടി അഡ്വൈസ് തേടുക പറയാനുള്ളത്. അപ്പോൾ ബാക്കി ഭാഗങ്ങളോട് കേട്ട് നോക്കാം. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും എന്നെന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറൊന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പം അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. എനിക്ക് രേണുസുതിയുടെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, രേണുസുതി മനസ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ പുള്ളിക്കാരിക്ക് ശരീരത്തിൽ ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലും പേടിയാണ്, അഥവാ സൂചി കുത്തുന്നത് പോലും പേടിയാണ്. ഇങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയൊരു ഇഞ്ചക്ഷൻ വെക്കുന്നതും, വലിയ ശരീരമായിരിക്കും, ചെറിയൊരു ഇഞ്ചക്ഷൻ വെക്കുന്നതും പേടിയായിരിക്കും. പക്ഷേ 2-3 ഇഞ്ചക്ഷൻ അതുപോലെ തന്നെ ബ്ലഡൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ധൈര്യം വരും. പിന്നീട് നമ്മളത് അതിന് അഡാപ്റ്റായിട്ട് വരും. പക്ഷേ ഒരിക്കലും നമ്മളൊരു കാര്യം പേടിച്ചിട്ട് ഒരു കാര്യം മറച്ച് വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സർജറിയുടെ പേടിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ പേടിയായിരിക്കാം, എന്തിനെയാണെന്നുണ്ടെങ്കിലും മറച്ച് വെക്കരുത് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എല്ലാവരും ആരെങ്കിലുമൊക്കെ ആയിട്ട് സഹായിക്കും. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലും സർജറി, കീറി മുറിക്കുന്നത് പേടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അതൊന്നും ഒരിക്കലും മറച്ച് വെക്കരുത്. അതിനൊക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഒരിക്കലും പേടിച്ച് മടിച്ച് നിൽക്കരുത്. ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അതൊക്കെയാണ് പറയാനുള്ളത്. സ്കാൻ ചെയ്തപ്പം എന്തോ ഒരു ഡൗട്ട്. അപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, രേണു ഒരു ചെറിയ ഡൗട്ട് ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എന്താ സാറേ? എപ്പോഴും ഇന്ന പോലെ ഒരു ഡൗട്ടുണ്ട് ഞങ്ങൾക്ക്. ഞാൻ എപ്പോഴും സാറേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീട്ടുകാരോടൊന്നും പറയല്ലേ. മാമോഗ്രാം നമുക്കറിയാം, നമ്മൾ സ്ത്രീകൾ എല്ലാ പ്രാവശ്യവും ഒരു 30 കഴിഞ്ഞ സ്ത്രീകൾ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് വേദനയില്ലാത്ത മുഴകൾ വന്നാൽ ഇത് ക്യാൻസർ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മളത് ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിപ്പോയത് അതാണ്. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ സ്ത്രീകളായിട്ടുള്ള ഓഡിയൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ രേണുസുതി ഇതിനകത്ത് പറയുന്നത് വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. നമ്മുടെ ഒരു 30 കഴിഞ്ഞ സ്ത്രീകളാണെങ്കിലും, 30 വേണ്ട 20s ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഇയർലി ഏജിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും, കാരണം ഇത് എത്ര പ്രായമുള്ള ആൾക്കാർക്ക് വരണം അങ്ങനെയൊന്നുമില്ല. എത്ര വലിയ ഹെൽത്തി ഭക്ഷണം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ റീസെൻ്റ്ലി മമ്മൂട്ടിക്ക് ഇങ്ങനെ എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വേദനകളില്ലാത്ത എന്തെങ്കിലും മുഴകളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം അതായിരിക്കും പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുപോലെയൊക്കെ 3rd-ഉം 4th-ഉം സ്റ്റേജിലൊക്കെ എത്തിയിട്ടാണ് അറിയുന്നുണ്ടെങ്കിൽ അതൊരു സിവിയർ സ്റ്റേജിലോട്ട് പോയിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. ഇയർലി സ്റ്റേജിൽ തന്നെ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന മെഡിസിൻ എടുത്താൽ കംപ്ലീറ്റ്ലി നമുക്ക് റിക്കവറി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും മടിച്ച് ഡിലേ ചെയ്യരുത്. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് 2-3 ദിവസം ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞില്ല. ഇവിടെ രേണുസുതി ചെയ്തിട്ടുള്ള ഒരു വിഡ്ഢിത്തരമുണ്ട്.
ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിൻ്റെ റിസൾട്ട് എല്ലാം കൊണ്ടുപോയി വീട്ടിൽ വെച്ചു. പക്ഷെ പേടിച്ചിട്ട് ഒരാളടുത്തും ഇത് ഇൻഫോം ചെയ്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ഒരാളും ചെയ്തു പോകരുത്. അതൊക്കെ മഹാമണ്ടത്തരാണ്. അതിനൊക്കെ നമ്മൾ പിന്നീട് അനുഭവിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അവിടെ നിന്നാണ് ഇത് ലീക്കായിട്ട് വ്ളോഗർ, നിങ്ങൾക്കറിയാലോ, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരസുഖം ആണേലും അല്ലേലും ഇങ്ങനെ കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ആരോട് ശത്രുതയില്ല. ഇത് രേണു പറഞ്ഞത് ശരിയാണ്. നമ്മൾ മറ്റുള്ളവരുടെ ഒരു ദുഃഖത്തിൽ നമ്മൾ കൊട്ടി ആഘോഷിക്കപ്പെടാൻ പാടില്ല. അസുഖം എന്നുള്ള സംഭവം അത് ഏതൊരാൾക്കും ഏതൊരു ഏജിലും ഏത് സമയത്തും വരാം. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ബാഡ് ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് അസുഖം വരുന്നില്ല, പക്ഷേ വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് അസുഖങ്ങൾ വരുന്നു. അങ്ങനെയൊക്കെ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വരുന്നു, ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരുന്നു, അങ്ങനെയൊന്നും ഇല്ല. ആർക്ക് എപ്പോൾ എന്തും വരാം. ഇത്രയും നാളും വീട്ടുകാരുടെ അടുത്ത് നിന്ന് ഇത് മറച്ചു വെക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എങ്ങനെയാലും സന്തോഷത്തോടുകൂടി അവരെ സന്തോഷിപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് പോവുക മരിക്കുന്നോടം വരെ. രേണുസുധിയുടെ അടുത്ത് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഗേൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത് മറച്ചു വെക്കാനുള്ളതിൻ്റെ കാരണം. അപ്പോൾ രേണുസുധി അതിനകത്ത് മറുപടി പറയുന്നുണ്ട്, വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് താനിത് മറച്ചു വെച്ചതെന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള പൊട്ടത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിർത്തിക്കോണം. ഇങ്ങനെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും മറച്ചു വെക്കരുത്. അതിപ്പോൾ നാട്ടുകാരുടെ അടുത്താണെങ്കിലും കുടുംബക്കാരുടെ അടുത്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ആരുടെ അടുത്താണെങ്കിലും മറച്ചു വെക്കേണ്ടതില്ല. കാരണം അസുഖം എന്ന് പറയുന്നൊരു സംഭവം അത് മനുഷ്യന്മാർക്ക് വരുന്നതാണ്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ് നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ. അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാലല്ലേ പിന്നെയും നമുക്ക് ട്രീറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു ഇപ്പം തേർഡ് സ്റ്റേജോളം ആയത്. ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ അന്നേ ഈ ഡോക്ടർ 15 വർഷം മുന്നേ ഇത് എടുത്ത് കളയുമായിരുന്നില്ല. അതിന് ചികിത്സ തുടരുന്നെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഇത് നമ്മളത് കളയുവോ എന്തെങ്കിലും ചെയ്യുമായിരുന്നു, എനിക്ക് ഇന്ന് ഈ അവസ്ഥ വരത്തില്ല. ഇപ്പോൾ രേണുസുധിക്ക് റിഗ്രറ്റ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയർലി സ്റ്റേജിൽ ഡോക്ടേഴ്സ് പറഞ്ഞതാണ് ഫ്യൂച്ചറിൽ ഇത് ഗ്രോത്ത് വന്നിട്ട് ഇത് ക്യാൻസർ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് വേദനകളോ യാതൊരു പ്രശ്നങ്ങളോ ഇല്ലാത്തത് കൊണ്ട് അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് കണ്ടു. പിന്നീട് 19 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ രേണുസുധി എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ 3rd or 4th സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. 3rd സ്റ്റേജാണെന്ന് തോന്നുന്നു. സോ ഇങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് നോട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ആ സമയം മുതലേ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എനിക്കതിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കി ഭാഗങ്ങൾ കൂടെ നമുക്ക് കേട്ട് നോക്കാം. ഇപ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ ഇന്ന് രാവിലെയും പുറത്തുനിന്ന് വന്ന് നേരെ വീട്ടുകാർ ചെന്ന് ഡോക്ടർമാരോട് റിസൾട്ടും കാര്യങ്ങളും സംസാരിച്ചപ്പോൾ അവർ ഇത് കൺഫേം ആക്കിയല്ലോ. മെഡിക്കൽ കോളേജിൽ നിന്ന് കൺഫേം ആയി. അവരുടെ പതോളജി റിപ്പോർട്ട് കിട്ടിയാലേ അവർ സ്ഥിരീകരിക്കത്തുള്ളൂ. സ്ഥിരീകരിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്നത്. അപ്പം ഇതിൻ്റെ സ്ഥിതിഗതികളൊക്കെ ഡോക്ടർ പറഞ്ഞു കുറച്ച് മോശമാണ്. പല ബുദ്ധിമുട്ടുകളും അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിൽ എല്ലാ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കിങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് പറയാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ നിങ്ങൾ ഓർക്കണം, ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നത്. നാളെ നമുക്ക് ഈ ഒരു അവസ്ഥ വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും വളരെ ഗൗരവത്തോട് കൂടിയിട്ട് തന്നെ ഇത് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കണം നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഒരു പബ്ലിക് അവയർനെസ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഇനി നമ്മുടെ ഫ്രണ്ട്സിനോ ഇത് കാണുന്ന മറ്റൊരാൾക്കും വരരുത്. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഓർക്കാൻ പറ്റും, ഇങ്ങനെ നമ്മൾ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിന് വേണ്ടി നിൽക്കില്ല. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പല കോൺട്രവേഴ്സറി കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നിട്ടൊന്നും ഞാൻ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അത് വാച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. കാരണം ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് നാളെ ഈ ഒരു സാഹചര്യം വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ കോൺഷ്യസ് ആയത്. അപ്പോൾ ആർക്ക് ഏത് സമയത്ത് എന്താ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ആരോഗ്യമാണല്ലോ എല്ലാം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ബ്രസ്റ്റിൽ നിന്നത് ആക്സലറി ഈ കഷത്തിലേക്ക് വ്യാപിച്ച് ലിംബിനോയിഡ് വഴി, അതുപോലെ ചെസ്റ്റ് ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3rd കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു പോകുന്നത്. രേണുസുധി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഈ അസുഖം അത് ചെസ്റ്റിൽ നിന്ന് ലെൻസിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹേർട്ടിൻ്റെ
മസിൽസിലോട്ടൊക്കെ അത് വ്യാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് തന്നെ ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ് ഇത് അറിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് നീക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് സ്പ്രെഡായി, അതാണ് 3rd സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്ന ഏതൊരു കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയവരാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ദൈവം തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കരുത്, നാളത്തേക്ക് വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം കീമോ എന്താണെന്നും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. രേണുസുതി എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആയിട്ടിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതുപോലെ ഒരു റോൾ മോഡൽ ആവരുത്. കാരണം ഇത് ജീവിതമാണ്. നിങ്ങളുടെ ആരോഗ്യം വെച്ചിട്ടാണ് നിങ്ങൾ റോൾ മോഡൽ ആവാൻ നോക്കുന്നതെങ്കിൽ അത് പറ്റില്ല, അത് ശരിയായ വഴിയല്ല. ഒരാൾ നമ്മുടെ ആരോഗ്യം നോക്കാതെ റോൾ മോഡൽ ആവാൻ വേണ്ടി നോക്കരുത്. ഇത് ഇവർ ചെയ്തത് ഭയങ്കര പൊട്ടത്തരാണ്. ഇതുപോലെ ഒരാളും ചെയ്യരുത്, ഇത് കാണുന്ന ഒരാളും ചെയ്യരുത്. ഈ വീഡിയോ കാണുന്ന ആളാണെന്നുണ്ടെങ്കിലും അവരുടെ ഇൻ്റർവ്യൂ കണ്ട ഒരാളും ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്നെ ഒരുപാട് ശത്രുക്കളുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്നെ ചീത്ത പറയാനും അവൾക്ക് അങ്ങനെ വേണം, ചത്തൊടുങ്ങട്ടെ എന്നൊക്കെ ഒരുപാട് പേര് കമൻസ്, ഇതിലും വരുമായിരിക്കും കമൻസ്. അങ്ങനെയുള്ളവരെ, ഇനി ഈ രോഗം അറിഞ്ഞിട്ടും എന്നെ കുറ്റപ്പെടുത്തുന്നവരെ ഞാനൊന്നും എനിക്കൊന്നും പറയാനില്ല. എനിക്ക് സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്, അവരുടെയൊക്കെ പ്രാർത്ഥന മാത്രം, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നു. ഈ രേണുസുതിയുടെ ഇൻ്റർവ്യൂ കണ്ട ഒരാളും മോശം കമൻ്റ് ഇടില്ല. അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് മനുഷ്യത്വമല്ല. കാരണം ഇത് ദൈവം തരുന്നതാണ്. ഏതൊരാൾക്കും നാളെ എന്തൊരു അസുഖം വരാം. അപ്പോൾ അതുകൊണ്ട് മോശമായിട്ട് കമൻ്റ് ഇടുന്നവരടുത്താണ് പറയാനുള്ളത്, നമുക്കും നാളെ ഇതുപോലൊരു അവസ്ഥ വരും. അതുകൊണ്ട് മോശമായിട്ട് കമൻ്റ് ഇടണ്ട. കാരണം അവർ മോശമായിട്ട് അവരെന്തെങ്കിലും കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മോശമായിട്ട് നമ്മൾ കമൻ്റ് ഇടണം. പക്ഷേ അത് അങ്ങനെ ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഇത് മോശമായിട്ടുള്ള ഒരു കണ്ടന്റ് അല്ല അവർ ചെയ്യുന്നത്. ചേച്ചി, ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഋതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ദൈവമേ, എനിക്കും കൂടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയാവുമല്ലോ എന്നിട്ട്. ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ധൈര്യമുണ്ട്. പക്ഷെ കീമോ ഒക്കെ തുടങ്ങുമ്പോഴത്തേന് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാവർക്കും ഇപ്പം മുടിയൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല എന്ത് പറ്റി ചെയ്യണമെന്ന്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നെ വിളിച്ച്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കൂട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും എന്ത് വിചാരിച്ചിട്ട് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ തന്നെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചത്. കാരണം കീമോ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആരെങ്കിലും മുടി ചിലപ്പോൾ നമ്മൾ ഷേവ് ചെയ്ത് കളയും, അല്ലാന്നുണ്ടെങ്കിൽ കീമോ ചെയ്യുമ്പോൾ എന്തായാലും മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. കാരണം മനുഷ്യന്മാർ മരിച്ചു പോകുന്നുണ്ടല്ലോ, അതിൻ്റെ അപ്പുറം ഒന്നുമില്ലല്ലോ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ആരും മറച്ചു വെക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇനിയും നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആരോഗ്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, നമ്മളെ അസുഖം എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖമാവണം, എന്നിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു പോകണം, അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ ഈ വന്ന രോഗം ഒരിക്കലും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതിലൂടെ ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾക്കിപ്പം ഇത് കാണുന്നവർക്കറിയാം ഞാൻ ഈ ക്യാൻസർ ആണെന്നും അറിഞ്ഞിട്ടും ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് മറ്റുള്ളവരോട് പെരുമാറിയത് ഒക്കെ അറിയാം. ഞാൻ റീൽസ് ചെയ്യുന്നു, ഈ തെറി മുഴുവൻ കേൾക്കുന്നതും ഇങ്ങനെ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ ഇതിലും വലിയ കുത്തുവാക്കുകൾ, ഞാൻ ഓർക്കുന്ന ക്യാൻസർ എന്ന രോഗം വന്നത് നമ്മളാരും ഒന്നും ചെയ്തിട്ട് വരുന്നത്, ഒരുപാട് കുഞ്ഞു പിള്ളേർക്ക് വരെ വരുന്നില്ല ഈ രോഗം. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല, നമ്മളുടെ വിധിയാണത്. നമുക്ക് ഇത് നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു, എന്നിട്ട് പോലും ഞാനത് ആ സമയത്ത് ഞാൻ ചികിത്സിച്ചില്ല. ശരിയാണ്, ഇത്രയും വലിയ ഒരു അസുഖത്തിലൂടെ പോകുന്ന സമയത്തും രേണുസുതി ഒരുപാട് റീൽസും കണ്ടൻറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പബ്ലിക്കലി അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ അനൗൺസ് ചെയ്ത ശേഷം നിങ്ങൾ ഇനിയും അതുപോലെ കണ്ടൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളെ വീണ്ടും കുത്തി നോവിക്കും. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള മോശം കണ്ടൻറ്റുകളൊന്നും ചെയ്യാതെ ഇനിയെങ്കിലും നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്തിട്ട് ജീവിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ ആരും അങ്ങനെ ബാഡ് കമൻറ്റ് ഇട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് നിങ്ങളെ മെൻ്റലി ആരും തളർത്തില്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതിനും വലിയ കുത്തുവാക്കളല്ലേ കേൾക്കുന്നത്. ക്യാൻസറിനേക്കാൾ എനിക്ക് ക്യാൻസർ ഒന്നുമല്ല, ഇപ്പം വേറൊന്നുമല്ല, ഇതിനും വലിയതാണ് കേട്ടത്, അനുഭവിച്ചത്. രേണുസുതി പറയുന്ന ഇതിനകത്ത് അവർ ക്യാൻസർ അല്ല പോലും വലിയ അസുഖമായിട്ട് തോന്നുന്നത്, അതിനേക്കാൾ വലിയ കുത്തുവാക്കുകളും അവരെ മാനസികമായിട്ട് മെൻ്റലി തളർത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഫീലായതെന്നൊക്കെ പറയുന്നത്. സോ അത് വിചാരിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കാതിരിക്കാൻ പറ്റുമോ? ഞാനത് എല്ലാവരോടും പറയുന്നത്,
ഗേൾസ് ആണെങ്കിലും ആരാണെങ്കിലും വേദനയില്ലാത്ത മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഹോസ്പിറ്റലിൽ സമയത്തിന് തന്നെ കാണിക്കുക. വേദനയില്ലെന്ന് ഓർത്ത് നമ്മൾ ഒരിക്കലും വെച്ചോണ്ടിരിക്കരുത്, മൈൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം വേദനയില്ലാതെ കാർന്ന് നമ്മളെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. ഇതിനകത്ത് രേണുസുതി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അഡ്വൈസും കൂടെ തരുന്നുണ്ട്. വേദനയില്ലാത്ത മുഴകൾ ഒരിക്കലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്, അപ്പം തന്നെ മെഡിക്കൽ അഡ്വൈസ് തേടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചോളൂ. ഇനി ഒരിക്കലും അത്തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിലോ എവിടെയെങ്കിലും കുടുംബത്തിലോ കൂട്ടുകാർക്കോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ വിധിയാണ്. നമ്മുടെ വിധി, ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ വിധിയാണ് ഞാൻ 32-ാമത്തെ വയസ്സിൽ വിധവയാകണമെന്നും 34-ാമത്തെ വയസ്സിൽ ക്യാൻസർ സ്ഥിരീകരിക്കണമെന്നും 15-ാമത്തെ വയസ്സിൽ ഈ ഒരു ചെറിയ മുഴ വന്നത് വലുതായതാണ്, ചെറിയ മുഴ കാണണമെന്നും ഒക്കെ എൻ്റെ വിധിയായിട്ട് ഞാൻ കാണുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ വിധിയായിട്ട് കാണാൻ പറ്റില്ല. വിധിയെ തടയാൻ പറ്റുന്ന പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് സ്വീകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വിധി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഏത് കാര്യത്തെയും നേരിടാൻ പറ്റില്ല. കാരണം പല വിധികളും വിധിക്കപ്പെടുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ കാരണമായിരിക്കാം. അപ്പോൾ അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം തയ്യാറെടുക്കുക എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇനി ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനിടയ്ക്ക് രേണുസുതിയുടെ അടുത്ത ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് രേണുസുതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്. അപ്പോൾ നമുക്ക് രേണുസുതിയുടെ ആ ആഗ്രഹം ഒന്ന് കേട്ടു നോക്കാം. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എനിക്ക് ജീവിക്കണം, നന്നായിട്ട് തന്നെ കുറച്ച് നാൾ കൂടെ എനിക്ക് നന്നായിട്ട് ജീവിക്കണം. എന്നെ ക്യാൻസർ തിന്നരുത്, അതായത് എന്നെ ക്യാൻസർ കീഴ്പ്പെടുത്തരുത്, ഞാനതിനെ കീഴ്പ്പെടുത്തണം. ഇനി ഇതിനകത്ത് സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കുറേ നാൾ മുന്നേ അറിഞ്ഞ കാര്യമാണ്. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇതിൽ നിന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ധനം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റാരെയും പേടിച്ചുകൊണ്ടോ ഒന്നും ഒരിക്കലും അത് മറച്ചു വെക്കരുത്. എപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അതിൻ്റെ റൈറ്റ് ടൈം വേണ്ടുന്ന മെഡിക്കൽ അഡ്വൈസ് തേടിയിട്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ നിമിഷത്തിൽ. ഇനി രേണുസുതിയെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ മോശമായിട്ടുള്ള കമൻറ്റുകൾ വന്നേക്കാം. കമൻറ്റുകൾ വരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാനിതൊരു ഇൻഫർമേറ്റീവ് അല്ലെങ്കിൽ ഒരു പബ്ലിക് അവയർനെസ് എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എത്രയും പെട്ടെന്ന് രേണുസുതി പഴയ രീതിയിൽ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ. എല്ലാവിധ ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഗൈസ്. താങ്ക് യു.